പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാക്കറി അച്ചാർ ഉണ്ടാക്കിയാലോ. ഇത് കുറച്ച് ചാറായിട്ടിരിക്കും, അതാണ് മാങ്ങാക്കറി അച്ചാർ എന്ന് പറഞ്ഞതേ. അപ്പോൾ ഞാനിവിടെ ഒരു 2 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണം കഷ്ണമായിട്ടല്ല. ഈ ഒരു അച്ചാറിന് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. നല്ല കുനുകുനാന്നരിയണം. എത്രത്തോളം കുഞ്ഞതാക്കാൻ പറ്റുമോ, ഇതിനേക്കാളും കുഞ്ഞതാക്കാൻ പറ്റുമെങ്കിൽ ആക്കണേ. ഇനി ഞാനിവിടെ 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇഞ്ചി വളരെ കുറച്ചും എടുക്കാവൂ. ഇനി ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇടുന്ന പച്ചമുളകാണ്. ഇനി ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടാക്കി വെച്ചിട്ടുണ്ട്. തീരെ തണുത്തിട്ടില്ല, ഇളം ചൂടാണ്. നമ്മൾ കൈ കൊണ്ട് പുരട്ടാൻ പറ്റിയ ഒരു പാകത്തിനുള്ള ചൂടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ പുരട്ടി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 മണിക്കൂർ നമ്മളിതിങ്ങനെ അനക്കാതെ ഒന്ന് മൂടി മാറ്റി വെച്ചേക്കണം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. രാത്രി മൊത്തം വയ്ക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടിയോ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലും അച്ചാർ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എടുക്കരുത്, നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അച്ചാറിന് നമ്മൾ സാധാരണ അച്ചാറിന് ചേർക്കുന്നത് പോലത്തെ കടുകും വറ്റൽമുളകും ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി ചെറുതായിട്ടൊന്ന് ചുമപ്പ് കളറാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങയിലേക്ക്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടി ആക്കുന്നതിനും ഒന്നും ഗ്യാസ് ഇനി ഓണാക്കുന്നില്ല. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിരിയൻ മുളക് ഒട്ടും തന്നെ ചേർക്കുന്നില്ല. അതിപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉപ്പുവെള്ളവും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എല്ലാ ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങയും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഒന്നും ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രം ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഒത്തിരി നമുക്ക് ഇൻസ്പിറേഷനാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയപ്പം ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിരിയൻ മുളക് നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാറിൻ്റെ കളർ ഭയങ്കരമായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് നമ്മൾ ഈ ചേർത്തിട്ടുള്ള ആ പച്ചമുളകും അതുപോലെ തന്നെ ആ ഒരു വറ്റൽമുളകിൻ്റെ പൊടിയുണ്ടല്ലോ അതുമാണ്. ഇനി ഇത് ഇങ്ങനെ ഞാൻ ചട്ടി വെറുതെ ചുറ്റിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് 2 ദിവസം കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ആ ഒരു ചാറിലേക്ക് ആ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ ഒരു ടേസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.